നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റ് നമ്മുടെ SPCയുടെ തന്നെ പുതിയൊരു പ്രോഡക്റ്റാണ് SPC ബയോ ഗ്രോത്ത്. ആ പേര് പോലെ തന്നെ നല്ല രീതിയിൽ വളരുന്ന ഒരു ജൈവ വളമാണ്. അതുകൊണ്ട് തന്നെ ബയോ ഗ്രോത്ത്. അപ്പൊ SPC ബയോ ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് പല രീതിയിൽ നമ്മൾ വളങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ? അതിൽ ഒരു ഇനം രീതിയാണ് നമ്മൾ ദ്രാവക വളം. ദ്രാവക വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് വളങ്ങളാണ്, ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴോ അതല്ലെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴോ ഒരേപോലെ ചെടിയുടെയും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെയും എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുന്നു. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾക്കിപ്പോൾ ശരിക്കും അടിസ്ഥാന വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ സ്ഥലത്ത് അങ്ങനെ വീണ് നമുക്ക് ഈ വെള്ളം ദ്രാവക വളം പോലെ ആകത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ചെടികൾക്ക് പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നു. കാരണം നമ്മൾ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിസ്ഥാന വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ചെടികളെ എടുക്കണമെങ്കിൽ അവിടെ സൂക്ഷ്മജീവികൾ വേണം. നമുക്ക് pH 7 വളരുന്ന നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ സൂക്ഷ്മജീവികൾ അത് എടുക്കത്തക്ക രീതിയിലാക്കി കൊടുത്താൽ മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലെ ദ്രാവക രൂപത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു 48 മണിക്കൂറിനുള്ളിൽ തന്നെ അത് പ്രകടമായി നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും. അത്ര പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഒട്ടും നഷ്ടം വരുന്നില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന വളത്തെ മുഴുവൻ ചെടികൾക്ക് എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇലകളിൽ കൂടെയും അതോടൊപ്പം തന്നെ മണ്ണിൽ കൂടെയാണെങ്കിലും ഫുൾ ചെടികൾക്ക് എടുക്കാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം, നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ് ഇല്ലേ? മറ്റത് നമുക്കറിയാം ഒരുപാട് വെയിറ്റ് ഉണ്ട്, അത് ഓരോ സ്ഥലത്തും കൊടുക്കലും ഒക്കെ ഭയങ്കര പാട്. ഇത് നമുക്ക് കുറച്ച് കൊടുത്ത് എവിടുന്നേലും വെള്ളം കൂട്ടി നമുക്കത് പെട്ടെന്ന് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ ചോട്ടിലാണെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും വേറൊരു ഗുണം, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സ്ഥലം മതി. ഇതൊക്കെയാണ് നമുക്ക് ദ്രാവക രൂപ വളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം. ഓക്കെ, അപ്പം നമുക്കിത് കൊടുക്കേണ്ട സമയമൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും ഒന്നും ദ്രാവക വളം കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ല മഴയുള്ളപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, അത് ഒലിച്ചു പോകും. ഇതോടൊപ്പം തന്നെ ഭയങ്കര വെയിലുള്ള സമയത്ത് അതും കൊടുക്കാൻ പറ്റില്ല. അത് ചെടികളിലേക്ക് നമ്മൾ നല്ല എക്സ്ട്രീം വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വാടിപ്പോവും. അപ്പം നമുക്ക് കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്ത സമയം, അതോടൊപ്പം തന്നെ വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും നല്ലത് രാവിലെ കൊടുക്കുന്നതാണ്. രാവിലെ എന്ന് ഞാൻ പറഞ്ഞത് ഒരു 11 മണിക്ക് മുമ്പ്. അപ്പം നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള വെയിലായിരിക്കത്തില്ല. ഈ സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ മറ്റുള്ള സമയത്തിനുള്ളിൽ വലിച്ചെടുക്കും. ഒരു ചെടികളിൽ നമ്മൾ കൊടുക്കുന്ന ദ്രാവക വളത്തെ വലിച്ചെടുക്കുന്നത് ഇലകളുടെ അടിയിലുള്ള സ്റ്റൊമാറ്റയും ഇലകളുടെ മുകളിലുള്ള കോശങ്ങളുമാണ്. ഇത് രണ്ടും നമുക്ക് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിടത്തും. അതുകൊണ്ടാണ് നമ്മൾ ഏത് വളമാണെങ്കിലും നമ്മൾ ജൈവ വളങ്ങൾ ഇപ്പം നമ്മുടെ ബയോഗ്രോത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുളിപ്പിച്ച് തന്നെ അടിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു സൈഡ് അടിയിലെ സ്റ്റൊമാറ്റോ വഴിയും മുകളിലുള്ള കോശങ്ങൾ വഴിയും ഈ നമ്മളിടുന്ന വളത്തെ ചെടികൾ പെട്ടെന്ന് തന്നെ എടുക്കുന്നു. ഒട്ടും അത് നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ടാണ് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പാടില്ലെന്ന്. വൈകുന്നേരങ്ങളിൽ കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റൊമാറ്റ വഴിയാണ്. ഈ സ്റ്റൊമാറ്റ വൈകുന്നേരങ്ങളിലാവുമ്പോൾ പകുതി അടയും. കാരണം രാത്രി ഫുൾ തന്നെ അടയും. അതായത് പകല് ഫുൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടിരിക്കുന്ന സമയത്തും അത് അടയും. ഭയങ്കര വെയിലുള്ളപ്പോഴും അത് അടയും. അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിലും അത് പകുതി അടയും. ശരിക്കും ഏറ്റവും തുറന്നിരിക്കുന്നത് രാവിലെയാണ്. രാവിലെ സമയങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. മാത്രവുമല്ല, വൈകുന്നേരങ്ങളിൽ കൊടുത്താൽ വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന വളം കുറേ ഭാഗം അവിടെ തന്നെ വേസ്റ്റ് ആയിട്ടിരിക്കും. നമ്മൾ കൊടുക്കുന്ന വളം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെ ഫംഗസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് രാവിലെ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങൾ ഒരു പരിധിവരെ കുറയും. കാരണം അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള
ആ ടേസ്റ്റിന് ഇച്ചിരി വ്യത്യാസം വരും. കാരണം നമുക്കറിയാം ഏതെങ്കിലും ഒരു നമ്മുടെ വളം ഇപ്പോൾ നമ്മുടെ SPCയുടെ ബയോഗ്രോത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അവിടെ ഇലകളിൽ. അപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാച്ചുറൽ ആയിട്ടുള്ള അതിൻ്റെ സ്മെല്ലിന് ഒരു ഇച്ചിരി ഡിഫറൻസ് വരികയും കീടങ്ങൾ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളല്ല ഞാൻ പറഞ്ഞത്, ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്ന, അതായത് മണ്ണിലിട്ട് കൊടുക്കുന്ന ജൈവ വളങ്ങളെക്കാൾ ഇത് പെട്ടെന്ന് എടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് പ്രകടമായിട്ട് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇലകൾക്ക് പെട്ടെന്ന് ചെടികൾക്ക് നല്ല വളർച്ച കിട്ടുന്നു, നന്നായിട്ട് ചെടി വളരും. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരത്തെ കായഫലം ഉണ്ടാവും, നേരത്തെ പൂക്കും. ഒരു വർഷം കൊണ്ട് പൂക്കേണ്ട സാധനങ്ങൾ ഒരു 6 അല്ലെങ്കിൽ 8 മാസം കൊണ്ട് തന്നെ പൂക്കും. മാത്രമല്ല ഈ പൂക്കൾ നമ്മൾ എല്ലാം തന്നെ ഒരു 80% നമുക്ക് കായായിട്ട് കിട്ടുന്നു. പിന്നെ നമുക്കറിയാം സാധാരണഗതിയിൽ ഈ പൂക്കുന്ന കായകൾ ഒരു ചെറിയ കായാവുമ്പം വാടി വീഴുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള പോഷണം നമ്മൾ ഇതിൽ കൂടി കൊടുക്കുന്നതുകൊണ്ട് ചെടിക്ക് ഈവൻ ഇപ്പം നമ്മൾ ഒരു ചെടിയിൽ നല്ല രീതിയിൽ വേരിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ഓർത്തോ, അതല്ലെങ്കിൽ വേരിന് എന്തെങ്കിലും ശരിക്കും കേടുകൾ മാത്രമല്ല എന്തെങ്കിലും അരിച്ച് നശിപ്പിച്ച് ആ രീതി വന്നെന്ന് ഓർത്തോ, അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ ഈ പത്രപോഷണം എന്ന് ഇതിന് പറയും കേട്ടോ. ഈ പത്രപോഷണത്തിലൂടെ നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചെടി വലിച്ചെടുത്ത് അതിൽ കൂടി അല്ലാതെ, അതായത് ഇച്ചിരി വീക്കായിട്ടിരിക്കുന്ന ചെടികളിലേക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും എന്നുള്ള ഒരു ഉപകാരം കൂടി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ മുഴുവനില്ല ഒരു 80% പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാകും, നല്ല വളർച്ചയുണ്ടാകും. ഈ പൂക്കൾ ഒന്നും തന്നെ പൊഴിഞ്ഞു പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഇളം കായകൾ വാടിപ്പോകാതിരിക്കുന്നു. അതോടൊപ്പം തന്നെ ധാരാളം ഒരു 80% കായകൾ പിടിക്കുന്നു എന്ന് മാത്രമല്ല ആ കായകൾക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും, എന്താണേലും നല്ല മധുരമായിരിക്കും, നല്ല ആകൃതിയും നല്ല വെയിറ്റും കിട്ടും ഇങ്ങനെ നമ്മൾ വളം കൊടുക്കുന്നതുകൊണ്ട്. അതാണ് ഏറ്റവും വലിയ, അതായത് നമ്മൾ എല്ലാ മൂലകങ്ങളും ഈ പത്രപോഷണത്തിലൂടെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഗുണം. പിന്നെ ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 48 മണിക്കൂറിൽ തന്നെ പ്രകടമായ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. അതൊക്കെയാണ് ഏറ്റവും നമ്മൾ ഇത് കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. എന്നാൽ പോലും നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കാതിരിക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഇത് കൊടുത്താൽ പോലും വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് വേറെ രീതിയിൽ കൊടുക്കുന്നു, ഇത് വേറെ. പലരും എന്നോട് ചോദിച്ചു, ഇപ്പം ഇന്ന് ഒരാൾ ചോദിച്ചു, നമ്മൾ ഇത് കൊടുക്കുമ്പം താഴത്തെ ജൈവവളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, ഇത് അത് പോരാ, ജൈവവളങ്ങൾ അത് വേറെ, അത് നിർബന്ധമായിട്ട് കൊടുക്കണം. ഇത് എക്സ്ട്രാ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന രീതിയാണ്. നമ്മൾക്കറിയാം ഈ വെള്ളത്തിനോടൊപ്പം വളവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് വളരെ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാനും വളരെ എളുപ്പമാണ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു വളസേചനം എന്നാണ് പറയുന്നത്, ഫെർട്ടിഗേഷൻ, അതാണ് അതിൻ്റെ പേര്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കിഡ് പോലെയുള്ള കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ ശരിക്കും ഈ പത്രപോഷണം തന്നെയാണ് നടത്തണം കേട്ടോ. അല്ലാതെ നമുക്ക് ഇപ്പം മാത്രമല്ല, ഇപ്പം ശരിക്കും കുറേ സ്ഥലങ്ങളിൽ ഈ ഞാൻ പറഞ്ഞ വലിയ വലിയ മരങ്ങളും നമ്മുടെ നാട്ടിൽ വളരുന്ന വളങ്ങൾക്കാണ് അടിസ്ഥാന വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ പത്രപോഷണത്തിൽ കൂടി മാത്രം വെള്ളത്തിൽ നമ്മൾ ചെടികൾ നട്ടിട്ട്, അങ്ങനെ ഒരു മെത്തേഡും കൂടി ഉണ്ട്. വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ പ്ലോട്ടിങ് പോലെ വെച്ചിട്ട് പത്രപോഷണം മാത്രം കൊടുത്ത് വളർത്തുന്ന രീതികളും ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെണ്ട, വഴുതന, അതുപോലെ പല മുളക്, വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ പത്രപോഷണത്തിൽ കൂടി മാത്രം ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ 2-3 പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടശല്യം കുറവാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സ്മെല്ലിൻ്റെ വ്യത്യാസം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ എളുപ്പമാണ്, ഒരുപാട് സാധനങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലത്ത് ഒരുപാട് സ്പേസ് ഇല്ലാതെ തന്നെ വേറെ സ്ഥലത്താണേലും കൊടുത്ത് ഇത് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ വളം, അതായത് SPC ബയോഗ്രോത്തിൻ്റെ ഒരു പ്രത്യേകത പ്യുവറായിട്ട് അത് ജൈവമാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് പൂർണ്ണമായും വെള്ളത്തിൽ അലിയുന്ന ഒരു വളമാണ്.
അതുകൊണ്ട് തന്നെ ഇലകളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഈ നമ്മൾ ഇതിങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടിക്ക് ഊർജം നഷ്ടപ്പെടുന്നില്ല. നമ്മൾ മറ്റേ രീതി കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകമായ നമ്മൾ കൊടുക്കുന്ന വളം അതിന് എടുക്കത്തക്ക രീതിയിലാക്കാനായിട്ടൊക്കെ കുറച്ച് ഊർജം വേണം. അപ്പോൾ ഈ ഊർജം ഒട്ടും നഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ആ ഊർജത്തെ പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഊർജത്തെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കായാക്കി വളർത്താനും പെട്ടെന്ന് എല്ലാ മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുത്ത് നല്ല രീതിയിൽ കായ്ഫലം തരാനും ഇതുകൊണ്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ തന്നെ പൂവിടുന്നു. 1 വർഷം വേണ്ടി വരുന്നില്ല. 1 വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ ഒരു 8 മാസം ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ പൂവായി വരുന്നു. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സ് ഒന്നും തന്നെ പോകാതെ, ഒന്നും തന്നെയല്ല, ഒരു നാച്ചുറലായിട്ടുള്ള കാണും. എന്നാലും ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ ഒരു 80% പൂക്കളും കായായിട്ട് വരുന്നു. പിന്നെ കായകൾക്ക് നല്ല ആകൃതിയും നല്ല വലിപ്പവും നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടാകുന്നു. പിന്നെ ഇതിങ്ങനെ ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹ്രസ്വകാല വിളകൾ, അതായത് വെജിറ്റബിൾസ്, അതായത് ചെറിയ 1 വർഷം വരെയുള്ള അതാണ് നമ്മൾ ഏകദേശം ഈ ഹ്രസ്വകാല വിളകൾ എന്ന് പറയുന്നത്. അതിനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം, 7 അത് 10 ദിവസത്തിനുള്ളിൽ പച്ചക്കറികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ മറ്റേ ഇഞ്ചി അതിനൊക്കെ അല്ല, അതിനൊക്കെ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ 5 ml മതി. 5 ml 1 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിൽ കലക്കി 3 തൊട്ട് 5 ml. വെജിറ്റബിൾസിനൊക്കെ കൊടുക്കുമ്പോൾ 3 ml മതി കേട്ടോ. 3 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല രീതിയിൽ കലക്കിയിട്ട് ചെടികളുടെ മുഴുവൻ സ്പ്രേ ചെയ്യണം. അതായത് ഇലയുടെ അടിയിൽ നമ്മുടെ ഹോമിയോ മരുന്ന് പോലെയല്ല, ഇത് ശരിക്കും കുളിപ്പിച്ച് തന്നെ അടിക്കണം. അതായത് മുകളിലും താഴെയും തണ്ടിലും പിന്നെ ചോട്ടിലും ഒക്കെ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും കൂടി ചെയ്യാം. നല്ല റിസൾട്ടായിരിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ദീർഘകാല വിളകൾക്കൊക്കെയാണ് നമ്മളൊരു 15-20 ദിവസത്തിൻ്റെ നമുക്ക് ഏലം, കാപ്പി, അതുമാതിരി തെങ്ങ്, അതുമാതിരിയൊക്കെ ഉണ്ട്. തെങ്ങിനൊക്കെ നമുക്ക് വേറെ ഈ ഇറിഗേഷൻ വഴിയും നമുക്കിത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, നമുക്കിത് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം. അതാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ ഇൻ കേസ് നമ്മളിപ്പോൾ കെമിക്കലാണ് ഉപയോഗിക്കുന്ന ചിലരുണ്ടല്ലോ, കെമിക്കൽ ഉപയോഗിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്കിത് മിക്സ് ചെയ്തിടാം. അപ്സ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. നമ്മുടെ ജീവാണു വളങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി കൂട്ടി നമുക്കിപ്പോൾ നൈട്രജൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ പൊട്ടാസ്യത്തിൻ്റെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇതിന് കായ്ഫലം, അതുപോലെ തന്നെ വളർച്ച, കായകൾക്ക് ആകൃതി, രുചി എല്ലാം കിട്ടും. ഷെൽഫ് ലൈഫും എല്ലാം കിട്ടും നമ്മൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ SPCയുടെ പുതിയ പ്രോഡക്റ്റായ ബയോ ഗ്രോത്ത്. അപ്പം ഇതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോളൂ. വലിയ ഏക്കർ കണക്കിന് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ ഈസ്റ്റ് എങ്ങനെയാണ് അതിന്റെ 1 ഈസ്റ്റ് അങ്ങനെയുള്ള പറഞ്ഞേ തെങ്ങിനൊക്കെ ഇല്ലേ? ഇപ്പൊ ഒരു 50 തെങ്ങുണ്ടെങ്കിൽ നമ്മൾ ഇറിഗേഷൻ വഴി എങ്ങനെ നമ്മളത് കലക്കി ഡയലൂട്ട് ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ ഇറിഗേഷൻ വഴി എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇതിൽ ഇറിഗേഷനില്ല, നമ്മളിപ്പം എടുക്കുന്ന വെള്ളം എടുക്കണം. ഏകദേശം വെള്ളം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് 5 ml 1 ലിറ്റർ വെള്ളം എന്ന അനുപാതം വരുന്ന എമൗണ്ട് അതിനകത്ത് ഒഴിച്ചു വെക്കുക. എന്നിട്ട് അത് തീരുന്ന ഒരു ഇറിഗേഷൻ എത്രയാണോ അതങ്ങോട്ട് തീർക്കുക. ഒരു സംശയം ചോദിക്കാനുള്ളത്, രാവിലെ എത്ര മണി മുതൽ എത്ര വരെ? 11 മണി എന്ന് പറഞ്ഞു. രാവിലെ 6 മണി മുതൽ ചെയ്യാമോ ഇല്ല എന്നുള്ളത്? അതായത് മണിയല്ല സാറേ പ്രധാനം, അതായത് നമ്മളുടെ ക്ലൈമറ്റിലാണ് പ്രധാനം. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലൈമറ്റ്, ഒരു അന്തരീക്ഷം, എക്സ്ട്രീം വെയിൽ. ഇപ്പൊ ഇന്നത്തെ ദിവസമൊക്കെ നമുക്ക് മുഴുവൻ സമയം തന്നെ ഒഴിക്കാമായിരുന്നു. ക്ലൈമറ്റ് എക്സ്ട്രീം ആയിട്ടിരിക്കുന്ന സമയം, അതായത് വേനൽക്കാലത്തൊക്കെ ഭയങ്കര ചൂടുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഒഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ടൈമിങ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തെങ്ങുകളുണ്ട് തമിഴ്നാട്ടില്, ഏകദേശം 1500 തെങ്ങുണ്ട്. വലിയ തെങ്ങുകൾ കായ്ക്കുന്നത്. പുള്ളി കൊടുക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് നനച്ചോണ്ടിരിക്കുന്നത്, എല്ലാ വളങ്ങളും കൊടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇതേപോലെ തന്നെ മറ്റുള്ള ടാങ്കുകളിൽ കലക്കി അവർ കൊടുക്കുന്ന പോലെ തന്നെ ആവാം. ഒന്ന് ആ രീതിയിലും ആവാം. ഇൻ കേസ് അവർ കൊടുക്കുന്ന വളത്തിന്റെ കൂടെ വേണേലും ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അവർ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പത്രപോഷണത്തിൽ കൂടി അല്ല നമ്മൾ ഇറിഗേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ആ വളത്തിന്റെ കൂടെ വേണേലും ഇത് നമുക്ക് ആഡ് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് മറ്റേ സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും കൊടുക്കാം. ഇത് 5 ml 1 ലിറ്റർ വെള്ളം. നമ്മൾ ഇപ്പം ഡ്യൂറേഷൻ കുറയുവാണെങ്കിൽ 3 ml കൊടുത്താൽ മതി. ഡ്യൂറേഷൻ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വെക്കുവാണെങ്കിൽ 5 ml ആ രീതിയിലാണ്. 5 ml കൂടാൻ പാടില്ല. എന്തോ ഇത്ര പ്രാവശ്യം എന്നുണ്ടോ? അത് നമ്മൾ നനയ്ക്കുമ്പോ നമ്മൾ വളം കൊടുക്കുമ്പോ ഒക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാന്നാണോ? അത് ഇത്ര ടൈം എന്നുണ്ടോ? നമ്മൾ അതാ ഞാൻ പറഞ്ഞ ദീർഘകാല വിളകൾക്ക് ഒരു 22 ദിവസം. നമ്മൾ ഇവിടെ അദ്ദേഹം നോക്കിയപ്പോ 22 ദിവസം ഗ്യാപ്പിലാണ് ചെയ്തത്. ഭയങ്കര റിസൾട്ട് ആയിരുന്നു കേട്ടോ ഡോക്ടർ കണ്ണൻ. ഓക്കെ, അല്ല എത്ര പ്രാവശ്യം? 3 times ആണോ അതെയോ കണ്ടിന്യൂസ്ലി ഇത് ചെയ്തോണ്ടിരിക്കണോ? നമ്മള് അതായത് ചെടിയുടെ ഹെൽത്ത് നോക്കിയിട്ട് ഒരുവിധം നല്ല ഹെൽത്ത് ഒക്കെ ആയി വരുവാണെങ്കിൽ പിന്നെ നമുക്ക് നിർത്താം. ഇപ്പം കുറച്ച് കുറഞ്ഞ ഹെൽത്ത് ആണെങ്കിൽ നമുക്ക് കാണാമല്ലോ. ഇപ്പൊ ഒരു ചെടി നല്ല രീതിയിൽ ആയി വരുമ്പോൾ നമുക്കറിയാം അതിന് ആവശ്യത്തിനുള്ള വളം ആയി എന്ന് നമുക്കത് അനുമാനിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇരിക്കുന്നതിനൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടി കൊടുക്കണം. ഇപ്പം പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ എത്ര ദിവസം ഇടവിട്ട് കൊടുക്കണം? ഞാൻ പറഞ്ഞായിരുന്നല്ലോ 9 തൊട്ട്, അതായത് ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിക്കൊക്കെ 3 ml വെച്ച് മതി. അത് 7 മുതൽ 9 ദിവസം എല്ലാം ആ രീതിയിൽ കൊടുക്കാം. അതും പെട്ടെന്ന് റിസൾട്ട് കാണാം കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറയേണ്ടത്, നമ്മൾ ടൊമാറ്റോയിൽ മാത്രമല്ല കേട്ടോ, മുകളിലും താഴെ മുകളിലെ നമുക്ക് കോശങ്ങൾ വഴിയും ഇത് വലിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വളങ്ങളിൽ ഇത് മാത്രമാണ് കുളിപ്പിച്ചടിക്കാൻ പറ്റുന്നുള്ളൂ. ആ ഇത് ശരിക്കും പറഞ്ഞ ഒരു PGR ഒന്നും അല്ല, അതുപോലെ ജീവാണു ഒന്നും അല്ല കേട്ടോ. പലരും അതും ചോദിക്കുന്നുണ്ട്. ജീവാണു വളങ്ങളും അല്ല, അതുപോലെ തന്നെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സും അല്ല. ഇത് ഒരു പ്രത്യേക തരം വളം തന്നെയാണ്. എല്ലാം ചേർന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോന്യൂട്രിയൻ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ തന്നെ NPK എല്ലാം ചേർന്ന ശരിക്കും പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ വളം തന്നെയാണ്. ഈ തെങ്ങിനാകുമ്പം അതിന്റെ ചോട്ടില് മാത്രം ഒഴിച്ചെടുത്താൽ മതിയല്ലോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പറ്റാത്ത സന്ദർഭങ്ങളിൽ ചോട്ടിൽ ഇറിഗേഷൻ വഴി കൊടുക്കാം. അത് നമ്മൾ മാക്സിമം ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുള്ളി നനയുണ്ടല്ലോ, ഇങ്ങനെ ചുമ്മാ ഒരിടത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന മെത്തേഡ് ശരിയല്ല കേട്ടോ. അതിനിങ്ങനെ സ്പ്രിങ്കളർ എന്ന് പറയും, അതിനാണ് അങ്ങനെ. മനസ്സിലായോ? അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എല്ലായിടത്തും ആകുന്ന രീതിയിലുള്ള ആ രീതിയിൽ കൊടുക്കണം. അല്ലാതെ എന്തോ തടമൊക്കെ ഉണ്ടെങ്കിൽ റൗണ്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അത് കൊടുത്തോ. അത് മാക്സിമം നിങ്ങൾ സ്പ്രേയർ ഉപയോഗിച്ച് ചോട്ടി കൊടുക്കുക എന്നല്ല, കാരണം അത് ഒരുപോലെ അതിലേക്ക് വേണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വളങ്ങൾ പോലെ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കസ്റ്റമർക്ക് ഓൾറെഡി ഒരു പൈപ്പ് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇറിഗേഷന്റെ തെങ്ങിന് ചുറ്റുമായിട്ട്. നമ്പറിൽ 1500 തെങ്ങുണ്ട്. അപ്പൊ അയാൾക്ക് ഒഴിച്ചു കൊടുക്കലൊന്നും നടക്കില്ല, ടാങ്കിൽ നിന്ന് നേരിട്ട് ഇതിലേക്ക് പോകുന്നതാണ്. അത് ചെയ്യാമല്ലോ. അത് ഞാൻ പറഞ്ഞില്ലേ, അവര് വളം കൊടുക്കുന്ന പോലെ തന്നെ ഇറിഗേഷൻ ചെയ്യുന്ന പോലെ തന്നെ ആ എമൗണ്ട് നമ്മളിപ്പം വെള്ളം അപ്പം അതുപോലെ ശ്രദ്ധിച്ച് ടാങ്കിൽ നോക്കുക, ഏകദേശം ഇത്രയും വീഴത്തക്ക രീതിയിൽ ആ രീതിയിൽ ചെയ്തു കൊടുത്താൽ മതി. അത്രയും ലെറ്റിൽ കലക്കിയാൽ മതി. ഒരു തെങ്ങിന് മാക്സിമം എത്ര ലിറ്റർ ഇത് കലക്കിയ വെള്ളം എത്ര ലിറ്റർ വരെ കൊടുക്കാം? ഒരു തെങ്ങിന് നമുക്ക് മാക്സിമം 10 ലിറ്റർ മാക്സിമം. എന്ന് വെച്ചാൽ 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷമൊക്കെ ആയത് കേട്ടോ. പിന്നെ അതിന്റെ അനുസരിച്ച് കുറച്ച് നമുക്ക് കൊടുക്കാം. ചെറിയ തൈത്തെങ്ങ് 1-2 വർഷമായതോ? അത് നമുക്ക് പിന്നെ 10 ഒരു ലിറ്റർ പറയും. 1-2 വർഷമായതിനൊക്കെ ഒരു 3 ലിറ്റർ, അല്ല 3 വേണ്ട, 2 ലിറ്ററൊക്കെ വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങുകൾക്കാണേലും മറ്റു പ്ലാന്റ്സിനാണേലും നമ്മൾ കൊടുക്കുന്നത് എത്രത്തോളം ഇന്റർവെല്ല് കൂട്ടി കൊടുക്കും. നാനോ രീതിയിൽ നിന്നാണ് നമുക്ക് ദയാൽ സാർക്ക് നമ്മളെ പറഞ്ഞിരിക്കുന്നത്. നാനോ രീതി, അതായത് നമ്മൾ എത്ര തവണ കൊടുക്കാൻ പറ്റുന്നോ അത്രയും അതുങ്ങൾക്ക് മുഴുവൻ എടുക്കാൻ പറ്റും. പത്രപോഷണത്തിൽ കൂടിയാണെങ്കിൽ ഒട്ടും വേസ്റ്റ് ആവൂല കേട്ടോ, ഒരു തുള്ളി പോലും വേസ്റ്റ് ആവൂല. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അത് തന്നെയാണ്, ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഡ്രഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡാണ്. ഈ കടയ്ക്ക് കൊടുക്കുമ്പോ മൾച്ചിങ് വേണാവോ? കടയ്ക്ക് കൊടുക്കുമ്പോ തെങ്ങിനൊക്കെ കടയ്ക്ക് കൊടുക്കുമ്പോഴേ മൾച്ചിങ് ഓൾറെഡി എല്ലാത്തിനും ഉണ്ടെങ്കിൽ അത് ഇരുന്നോട്ടെ, അതിന്റെ മുകളിൽ കൂടി ചെന്നാലും മതി, സാധനം അകത്തോട്ട് കയറിയാൽ മതിയല്ലോ. എപ്പോഴും മൾച്ചിങ് എപ്പോഴും നല്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഡയറക്റ്റ് സൂര്യപ്രകാശം വീഴാതിരിക്കുകയും അതോടൊപ്പം തന്നെ ചെടികളുടെ ആ വേരുകൾക്ക് സംരക്ഷണവും അതുപോലെ തന്നെ ജൈവാംശം കൂടുതൽ വരികയും എല്ലാം ചെയ്യാനായിട്ട് എപ്പോഴും മൾച്ചിങ് നല്ലത്. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഗ്രീൻ മൾച്ചിങ്, അതായത് നമ്മളുടെ ചെടികളുടെ വേസ്റ്റ്, അല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത് മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ളതല്ല കേട്ടോ. ഓക്കെ ഓക്കെ. മേഡം, ഞാൻ രാധാകൃഷ്ണനാണ് കോങ്ങാട്ടുന്ന്. നമ്മളത് പച്ചക്കറി കൃഷി അതുപോലെ എല്ലാ കൃഷികൾക്കും ആദ്യം ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ pH ന്യൂട്രലാക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഇത് പിന്നീട് അപ്ലൈ ചെയ്യാൻ? അതെ അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ pHും ഇതുമായിട്ടും വലിയ ഒരു ബന്ധമില്ലെന്നുള്ളതാണ് സത്യം. ഇത് ഡയറക്റ്റ് നമ്മളിപ്പോൾ pH കുറഞ്ഞിരിക്കുന്ന ഒരു മണ്ണിൽ കൊണ്ട് ഇത് എടുത്താലും പത്രപോഷണത്തിലൂടെ ഇത് വലിച്ചെടുക്കും. എന്നാലും എല്ലാ പ്ലാന്റ്സിലും pH ബാലൻസ് ചെയ്തിരിക്കണം, എന്നാലേ നമുക്കത്, കാരണം നമുക്ക് ചെടികൾക്ക് വേണ്ട കാൽഷ്യം കിട്ടാനും അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ട ന്യൂട്രീഷ്യൻസ് പലത് കിട്ടാനും ഓർഗാനിക് കാർബൺ കിട്ടാനും ഒക്കെ pH അനിവാര്യമാണ്. മേഡം, അതുപോലെ ഈ ദീർഘകാല വിളയായിട്ടുള്ള റബ്ബർ ഇപ്പൊ കുറച്ച് ഒരു 20 വർഷമൊക്കെ പഴക്കമുള്ള റബ്ബറിനൊക്കെ ആകുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാലിന് ഗുണം ചെയ്യും? ഷുവർ മരപ്പ് വരാനുള്ള വരും. അതിനുമൊക്കെ ഞാൻ പറഞ്ഞ പോലെ പത്രപോഷണം ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇപ്പൊ പുതിയ തരം സ്പ്രേയർ ഒക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അത് തന്നെ. ഇനിയും പറ്റുകയില്ലെങ്കിൽ ഡ്രഞ്ചിങ് കൊടുക്കൂ. ചോട്ടില് അപ്ലൈ ചെയ്താലും മതി അല്ലേ മേഡം? അത് ശരി. പിന്നെ മേഡം, ഞാൻ കുറച്ചു കാലം മുമ്പ് കുറച്ച് എക്സ്പയറിങ് കഴിഞ്ഞ നമ്മുടെ ഈ pH ബൂസ്റ്റർ, ഭൂമിത്ര, അതുപോലെ ബയോഗ്രീൻ, നമുക്ക് എക്സ്പയറി കഴിഞ്ഞാൽ ജീവാണു വളങ്ങൾ മാത്രമേ പ്രശ്നമുള്ളൂ. മാത്രമല്ല, അത് ഞാൻ പറയാം, നമ്മളുടെ ഈ ബയോഗ്രോത്തിന് എക്സ്പയറി ഇല്ല. മാത്രവുമല്ല, അത് ഇരിക്കും തോറും അതിന്റെ ഗുണം കൂടിക്കൂടി വരികയുള്ളൂ. ആകെപ്പാടെ എക്സ്പയറി വരുന്നത് നമ്മുടെ ജീവാണു വളങ്ങളില്ലേ, ബയോ ഫെർട്ടിലൈസേഴ്സ്. നമുക്കറിയാം, മറ്റേ ഇതൊക്കെ ഇല്ലേ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഫോസ്ഫോ ബാക്ടീരിയ, പൊട്ടാഷ് ന്യൂട്രലൈസിംഗ് ബാക്ടീരിയ, അതുപോലെ ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്, മെറ്റാറൈസിയം, പെസിലോമൈസസ്, അതൊക്കെ അറിയാലോ, നമുക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. അതിനൊക്കെയാണ് എക്സ്പയറി. എന്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് FH പ്യൂർ പ്ലസ് ഓർഗാനിക് മിക്സ് കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അതുപോലെ pHും അതുപോലെ ഭൂമിത്രയും ബയോഗ്രീൻ പ്രശ്നമല്ലല്ലോ മേഡം? ഒരു കുഴപ്പമില്ല. ഹോമിയോയ്ക്ക് എക്സ്പയറി ഉണ്ട്. ഹോമിയോ 3 years ആണ് അതിനകത്ത്. നിങ്ങൾ നോക്കുക, 3 years ആണ് അതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിന് എക്സ്പയറി ഉണ്ട്. അതെ അതെ. ശരി മേഡം, ഓക്കെ, താങ്ക് യു മേഡം. വെൽക്കം. കൂടുതൽ പഴക്കമാകുമ്പോൾ ഈ വളങ്ങളൊക്കെ അതിന്റെ ഗുണം നഷ്ടപ്പെടുമെന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുഴപ്പമില്ല? ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നിന്റെയും വളം നഷ്ടപ്പെടൂല. കാരണം അത് നമ്മളുടെ ഈ ജൈവ വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സൂക്ഷ്മ ജീവികൾ വളർന്നു വരുന്ന, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒക്കെ ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസിൽ വരുന്നതാണ് നമ്മൾ എല്ലാ സാധനത്തിനും എക്സ്പയറി എഴുതണമെന്ന്. അതുകൊണ്ട് ഒരുപക്ഷെ ഇതിനകത്തും എഴുതി കാണുമായിരിക്കും, പക്ഷെ അതൊന്നും എഴുതുന്നതിൽ അർത്ഥമില്ല. അതങ്ങനെ റൂള് കൊണ്ട് എഴുതി വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ വേപ്പിൻ പിണ്ണാക്കിന് എക്സ്പയറി ഡേറ്റ്? ആക്ച്വലി വേപ്പിൻ പിണ്ണാക്കിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറി ഡേറ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ പ്രത്യേക സാധാരണ ക്ലൈമറ്റിൽ വരുമ്പോൾ അതിനകത്ത് ഇവോപ്പറേറ്റ് ചെയ്ത് അത് ഡ്രൈ ആയിട്ട് അത് പൂത്ത് നശിച്ചു പോകാറുണ്ട്. അത് വെയിറ്റ് ഒന്നും ഇല്ലാതെ ശ്രദ്ധിച്ചാൽ അറിയാം, അത് നല്ല രീതിയിൽ പൂത്തിട്ട് അങ്ങനെ പൂത്ത സാധനങ്ങൾ ഇടുന്ന വീണ്ടും നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫംഗസ് അല്ലെങ്കിൽ അതിന്റെ വളം ഉദ്ദേശിക്കുന്ന വളത്തിന്റെ പ്രയോജനം കിട്ടുമോ? അതായത് നമ്മുടെ മണ്ണിലേക്ക് ഫംഗസ് വരുന്നതല്ലേ ഏറ്റവും വലിയ ദുരിതം. അല്ലെങ്കിൽ പിന്നെ അത് വേണമെങ്കിൽ നിങ്ങൾ ട്രൈക്കോഡർമയായിട്ട് സമ്പുഷ്ടീകരിച്ച് ചെയ്തു നോക്കൂ. എന്നാലും വെയിറ്റ് ഇല്ലാതെ നിറയെ ഇങ്ങനെ വെള്ള പൂത്തിരിക്കുന്ന സാധനമാണെങ്കിൽ അത് നല്ലതല്ല. ഏതായാലും ഡയറക്റ്റ് കൊണ്ട് ഇടാൻ പാടില്ല. സമ്പുഷ്ടീകരിച്ചിട്ട് അത് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ അത് ഉപയോഗിച്ചു. നിങ്ങൾ എത്രത്തോളം മോശമായി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചാണകപ്പൊട്ട പോലെ, ചാണകപ്പൊട്ട എന്നാണ് കോട്ടയം ശൈലി പറയുന്നത്, അതുപോലെ കട്ട പിടിച്ചിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്കിനെ ഞാൻ ഉദ്ദേശിച്ചു. കട്ട പിടിച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അതിനകത്ത് വെള്ള കളറിലെ ഫംഗസ് വന്ന് അതിനെ ഇങ്ങനെ ആവരണം ചെയ്തിട്ടുണ്ടോ, അതാണ് നോക്കേണ്ടത്.
ഇപ്പൊ കട്ട പിടിച്ചാലും ഇറ്റ്സ് ഓക്കെ, അതിന്റെ തന്നെ നാച്ചുറൽ കളറായിട്ടിരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കട്ട മാത്രമേ പിടിച്ചിട്ടുള്ളെങ്കിൽ. എല്ലുപൊടിയോ? എല്ലുപൊടി അതുപോലെ തന്നെ. നമ്മളിപ്പം എല്ലുപൊടിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഭൂമിത്ര, ബയോ പവർ, ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ നമ്മുടെ വേപ്പും പിണ്ണാക്കും 3 തരം പിണ്ണാക്കും എല്ലാം ആഡ് ചെയ്ത് വരുന്ന ഒരു സമ്പൂർണ്ണ വളമാണ്. പക്ഷെ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഈ എല്ലുപൊടി അതല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് അത് ഇതിങ്ങനെ എക്സ്ട്രാ കൊടുക്കുന്നില്ല. കാരണം നമ്മളിതിനകത്ത് കൊഴുപ്പുണ്ട് ധാരാളം. കാരണം അതിനകത്ത് നമുക്കറിയാം, അതിനകത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മീൻ്റെയും ചെമ്മീൻ്റെയും വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കൊഴുപ്പ്, ഏത് ചെടി മണ്ണിൽ ഏറ്റവും വേണ്ട ഒന്നാണ് കൊഴുപ്പ്. ശരിക്കും നിങ്ങൾ മേടിക്കുന്ന എന്താ പറയുക എല്ലുപൊടി എന്നൊക്കെ പറഞ്ഞാൽ ആസിഡ് കൊണ്ടാണ് അത് പൊടിച്ചെടുക്കുന്നത്. അത് നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുന്തോറും അത് കൂടുതൽ അസിഡിക് ആവുക നമ്മുടെ മണ്ണ്. ശരിക്കും അതെ, നമ്മളിതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞ് നമ്മളെ തെളിയിപ്പിച്ചിട്ടുള്ള കാര്യം. നമ്മൾ കൊടുക്കുന്ന ഈ എല്ലുപൊടിയാണ് നമ്മുടെ മണ്ണിനെ ഏറ്റവും കൂടുതൽ രാസവളം, എല്ലുപൊടി, കീടനാശിനികൾ, അതുപോലെ തന്നെ എക്സ്ട്രീം മഴ, ഇതൊക്കെയാണ് നമ്മുടെ മണ്ണ് വീണ്ടും അസിഡിക് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ എല്ലുപൊടികൾ അല്ല MPIയുടെ ഉണ്ട് കേട്ടോ, മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ, അവരുടെ ഗവൺമെന്റിന്റെ, അത് നമുക്ക് വിശ്വസനീയമായിട്ട് മേടിക്കാം. പക്ഷെ വേറെ എല്ലാം ഇതുപോലെ നമ്മൾ ആസിഡ് വെച്ചിട്ട് പൊടിക്കുന്ന, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഈ ഭയങ്കര കട്ടിയുള്ള എല്ലൊക്കെ എങ്ങനെ പൊടിക്കാനാ, ഈ മില്ലിൽ കൊടുത്തൊന്നും നടക്കണ കാര്യമല്ല. അപ്പൊ ഇതുപോലെയുള്ള ആസിഡ് കൊണ്ട് പൊടിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മണ്ണ് കൂടുതൽ അസിഡിക് ആവുന്നതാണ്. അതുപോലെ പല രോഗങ്ങൾ വരാനും ഇത് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഭൂമിത്ര ബയോപവർ ഉപയോഗിക്കാൻ. എന്തോ pH ബൂസ്റ്റർ നമ്മൾ ഉപയോഗിച്ചാൽ അതിന്റെ റിസൾട്ട് എത്ര നാൾ കൊണ്ട് കിട്ടും? നമുക്ക് റിസൾട്ട് നമുക്കൊരു അതായത് നമ്മളുടെ കുമ്മായം ഇടുന്നതും pH ബൂസ്റ്റർ ഇതിടുന്ന നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, pH ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാജുവൽ ആയിട്ടാണ്. ഇപ്പം കുമ്മായം പോലെയൊന്നും പെട്ടെന്ന് അങ്ങോട്ടുമല്ല, ഗ്രാജുവൽ ആയിട്ട് കയറി 7 എത്തും. എപ്പോഴാണോ 7 എത്തുമ്പോൾ അവിടെ ആ റിയാക്ഷൻ നിന്ന് പിന്നെ അത് 7 തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അത് ഓരോ മണ്ണിന്റെ pH അനുസരിച്ച് അത് വേരി ചെയ്യും. നമുക്കത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഓരോ മണ്ണിൽ അടങ്ങിയിരിക്കുന്നതിൽ എത്രത്തോളം അത് എന്താ പറയുക അതുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഈ ബയോ ഗ്രോത്ത് കൊടുക്കുമ്പോഴേ നമുക്ക് മറ്റ് വളങ്ങളുടെ അളവ് കുറയ്ക്കാമോ എന്നുള്ളതാണ്. ബയോപവറിന്റെ മറ്റേ ഭൂമിത്രയുടെ ഒക്കെ അതൊക്കെ വേണമെങ്കിൽ കുറയ്ക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇതുമായിട്ട് യാതൊരു ബന്ധം എന്ന് പറഞ്ഞ മാതിരി ഇല്ല. ഇത് നമ്മൾ കൊടുക്കുന്നത് നേരിട്ട് ഒരു പെട്ടെന്ന് നമുക്കൊരു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു പൂക്കാതെ നിൽക്കുന്ന ഒരു ചെടി, ചിലതൊക്കെ കുറെ വർഷങ്ങളായിട്ട് പൂക്കാതെ നിൽക്കുന്ന ചെടികളൊക്കെ കാണും. അതിലൊക്കെ ഇതങ്ങോട്ട് കൊടുക്കുമ്പോഴേ പെട്ടെന്ന് വലിച്ചിട്ട്, അതായത് ഈ pH കുറഞ്ഞ മണ്ണ് അതല്ലെങ്കിൽ ഒരു ചീത്ത സ്ഥലത്ത് നിൽക്കുന്ന മണ്ണ് അവിടെയൊക്കെ കൊണ്ടിരിക്കുന്ന എന്താണ് നമുക്ക് വളം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ചിലരുടെയൊക്കെ ടൈലിട്ട് കാണും, മനസ്സിലായ? ഞാൻ അങ്ങനെ ചില വീടുകളിൽ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഓർത്തത്. ഈ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടിസ്ഥാന വളം കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നെന്ന് ഓർത്തോ. പക്ഷെ അങ്ങനെയുള്ളതിനാണെങ്കിൽ പോലും നമ്മളുടെ ഇത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. അതും വേണം ഇതും വേണം. ശരിക്കും പറഞ്ഞാൽ രണ്ടും വേണം എന്നുള്ളതാണ് കറക്റ്റ്. ഒരു രീതിയാണ്, ഒരു വേ. സ്പ്രേ ചെയ്യുമ്പോൾ 3 മില്ലി അല്ലേ മാഡം പറഞ്ഞ? 3 മില്ലി. അതായത് ചെറിയ പ്ലാന്റ്സിന്, ചെറിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് വെജിറ്റബിൾസ്, ഹ്രസ്വകാല വിളകൾ എന്ന് പറയും. അതായത് വെജിറ്റബിൾസ് അതുപോലത്തെ ചെറിയ പ്ലാന്റ്സിനൊക്കെ 3 ml മതി. എന്നാൽ അപ്പൊ ഈ 3 ml കൊടുക്കുമ്പോൾ ഇന്റർവെല്ല് കുറച്ച് അടുപ്പിച്ചാകാം. എന്നാൽ 5 ml കൊടുക്കുമ്പോൾ ഇന്റർവെല്ല് കൂട്ടി കൊടുക്കാം. ഫ്രൂട്ട് പ്ലാന്റ്സിനെല്ലാം 5 ml വേണ്ടത്. എന്തോ നെല്ലിനൊക്കെ നമുക്ക് ഹ്രസ്വകാലമായിട്ടാണ് വരുന്നത്. ഈ നെല്ലിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ കൊടുക്കണം എന്നില്ല. നെല്ലിന് മിക്കവാറും നെല്ല് നമുക്കറിയാം പലരും വളരെ അപൂർവ ആളുകളാണ് നമ്മൾ ജൈവത്തിൽ മാത്രമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജൈവത്തിലല്ലാതെ നിങ്ങൾ രാസം ചെയ്യുവാന്ന് ഓർത്തു, അതിനകത്തും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന് നമുക്ക് പല രീതിയിലും ഇത് കൊടുക്കാം. നെല്ലിനൊക്കെ നമ്മളെ രീതിയിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ബെസ്റ്റാ.
ഇത് പിന്നെ എപ്പോ വേണേലും കൊടുക്കാം. പൂക്കാറാവുന്ന സമയത്ത് കൊടുത്താൽ നേരത്തെ പൂക്കും ഇത് കൊടുക്കുമ്പോൾ. ശരിക്കും അതാണ് ഏറ്റവും വലുത്. നമുക്കിപ്പോ കാലം ആകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ അതിനകത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് പൂത്തുന്ന കാണാം. മേഡം, നമ്മൾ ഇപ്പൊ കെമിക്കൽ കോമ്പൗണ്ടുള്ള രാസവളങ്ങളിലൂടെ കൊടുക്കാന്ന് പറഞ്ഞാൽ അതപ്പോ അതിനെ ഒരു രാസവളത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആവില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഓർഗാനിക്കൽ ഫെർട്ടിലൈസർ. ഞാനിത് പറഞ്ഞത് ഒരു ഓപ്ഷൻ ആണ്. നമ്മളിപ്പോ ഇനി ചിലര്, അതായത് സാറേ ഞാൻ പറയട്ടെ, ഇപ്പം ചില പ്ലാന്റ്സിന് ഫോർ എക്സാമ്പിൾ ഇപ്പം വാഴയ്ക്കൊക്കെ അയർ പോലുള്ള പ്രോഡക്റ്റുകൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻസ് അതൊക്കെ ഷോർട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിനകം തന്നെ അതിന് കിട്ടേണ്ട മുഴുവൻ വളവും കിട്ടിയിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ ജൈവത്തിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ജൈവം മാത്രമായിരിക്കും എടുത്ത് ചെയ്യും. പക്ഷെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പറയുന്ന ആദ്യത്തെ 1 വർഷം 1 ഭാഗം രാസവും 1/3 ഭാഗവും ചെയ്യും. 2ാമത്തെ വർഷം 2 ഭാഗം ജൈവവളവും പിന്നെ രാസവളവും. പിന്നെ ലാസ്റ്റ് 3ാമത്തെ വർഷമേ നമ്മൾ ഫുൾ ജൈവത്തിലേക്ക് പോകാവുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ രാസവളം ചെയ്യുന്ന ഒരിടത്തേക്ക് അവിടെ ആ മണ്ണിൽ ഒന്നുമില്ല. ആ മണ്ണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കല്ല് പോലെ ഇരിക്കും. വെറുതെ ചുമന്ന നിറത്തില് കല്ല് പോലെ, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതിനകത്ത് സൂക്ഷ്മ ജീവികളില്ല, ഒന്നുമില്ല. അതിലേക്ക് നമ്മൾ ജൈവം ആദ്യമേ അങ്ങ് തുടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും കൂടി ആക്കി പറയുന്നത്. ആദ്യത്തെ വർഷം 2ാമത്തെ വർഷമൊക്കെ ചെയ്യുന്നവർ കാണും. അതുകൊണ്ടാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അത് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു. ഞാനൊരു സംശയം കൂടെ. നമ്മുടെ ഒരു ഫ്രാഞ്ചൈസി റീറ്റെയിലറിന്റെ അബദ്ധവശാൽ പഴയ ഒരു പെരയിൽ കൊണ്ടേ വെച്ചിട്ട് ഈ ഭൂമിത്ര, PH ബൂസ്റ്റർ, അതുപോലെ ബയോഗ്രീൻ ഇതെല്ലാം നനഞ്ഞു പോയി മേഡം. അതിനി ഉണക്കിയാൽ അതിന്റെ ഗുണമേന്മ നനഞ്ഞു തന്നെ അങ്ങോട്ട് ഇട്ടോ. നനഞ്ഞിട്ട് ഇനിയിപ്പോ ഉണക്കാനും പിടിക്കാനൊന്നും വേണ്ട. അത് ഭയങ്കര വെയിലത്ത് ഇടേണ്ട കാര്യമില്ല. അത് നനഞ്ഞു തന്നെ കൊണ്ട് ഇട്ടോളൂ. പറ്റുമെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വേപ്പ് മണ്ണാക്കും ട്രൈക്കോഡർമയും കൂടി കൊണ്ടിട്ട് സമ്പുഷ്ടീകരിച്ച് ചെയ്താൽ ബെസ്റ്റ്. അതെ. അല്ല, ഫാർമേഴ്സിന് നമ്മൾ നനഞ്ഞത് കൊണ്ട് കൊടുത്താൽ അതിന്റെ ഗുണമേന്മ പോയി എന്ന് പറയും അവര്. അപ്പൊ അതുകൊണ്ട് ഒരു സംശയം ചോദിച്ചാണ്. അതുകൊണ്ട് അവരോട് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പൊ കുറെ പേരൊക്കെ സമ്പുഷ്ടീകരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ആരൊക്കെയോ ഉണ്ട് അങ്ങനെ. അതിന് നല്ല ഡിമാൻഡാണ്. നമ്മൾ തന്നെ ഒന്ന് കുറച്ച് വേപ്പുമണ്ണൊക്കെ മേടിച്ചൊന്ന് സമ്പുഷ്ടീകരിച്ച് കൊടുത്താൽ മതി. അതെ അതെ. ശരി, ഓക്കെ. താങ്ക് യു മാഡം. മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ വളരെ മുതൽക്കൂട്ടായി എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മാഡം, ഈ സമ്പുഷ്ടീകരിക്കാന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. അപ്പൊ സമ്പുഷ്ടീകരിക്കാന്ന് മറ്റൊന്നുമില്ല, 1:9 എന്ന റേഷ്യോയില് വേപ്പിൻ പിണ്ണാക്കും ജൈവ വളമോ അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ എടുത്ത് മിക്സ് ചെയ്തതിനകത്തേക്ക് നമ്മളുടെ ട്രൈക്കോ കെയർ, SPCയുടെ ആണ്, ട്രൈക്കോ കെയർ ലിക്വിഡ് ആണ്, അത് 1 ലിറ്റർ ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ പുട്ടുപരുവത്തിൽ അത് മിക്സ് ചെയ്ത് ഇടുക. എന്നിട്ട് ഇതൊരു തണലത്തായിരിക്കണം. എന്നിട്ട് എന്തെങ്കിലും ചണച്ചാക്കോ വല്ലതും കൊണ്ട്, അല്ലെങ്കിൽ നല്ല നനഞ്ഞ തുണിയോ വല്ലതും കൊണ്ടൊന്ന് മൂടിയിടുക. കാരണം ഇതിന് ഒരു നല്ല രീതിയിൽ അത് സമ്പുഷ്ടീകരിക്കാൻ, എൻറിച്ച് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വെച്ചിട്ട് ഒരു 5 ദിവസത്തിന് ശേഷം അത് തുറക്കണം. തുറന്നിട്ട് അതിനകത്ത് കുറച്ചുകൂടി വെള്ളം തളിച്ച് അതൊന്നും കൂടി ഒന്ന് ഇളക്കണം. മൊത്തത്തിൽ ഇളക്കി വെള്ളം തളിച്ച് ഒന്നുകൂടി ഒന്ന് ചെയ്തിട്ട് ഇളക്കിയിട്ട് വെച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ മൂടി വെക്കുക. 15 ദിവസം കഴിയുമ്പോൾ അത് മുഴുവനും പൂപ്പൽ വന്ന് അതിങ്ങനെ ഒറ്റക്കട്ട, ഈ നേരത്തെ ഇതിന്റെ കാര്യം പറഞ്ഞ കണക്ക്, പിന്നെ വേപ്പും പിണ്ണാക്കിന്റെ കാര്യം പറഞ്ഞിട്ട് പൂത്ത് ഒറ്റക്കട്ട പോലെ ഇരിക്കും. മനസ്സിലായോ? അത് നിങ്ങളൊന്നും പേടിക്കേണ്ട. അത് നമ്മളുടെ ട്രൈക്കോ കെയർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഇതുകൊണ്ടേ നമ്മൾ ശരിക്കും മഞ്ഞൾ, ഇഞ്ചി, ഫ്രൂട്ട് പ്ലാന്റ്സ്, നെല്ല് ഏതിനു കൊണ്ടു കൊടുത്താലും നമ്മളുടെ മണ്ണിലും അതുപോലെ തന്നെ ചെടികളിലും ഫംഗസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമേ വരൂല. ഇത് പ്രിക്കോഷനാ. എന്ത് ചെയ്യുവാണെങ്കിലും ഇങ്ങനെ അങ്ങ് ചെയ്തിട്ട് 15 ദിവസം മുമ്പേ നമ്മൾ തുടങ്ങണം എന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തിട്ട് തുടങ്ങിയ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്യൂർ പ്ലസോ മറ്റു കാര്യങ്ങളോ കൊടുക്കേണ്ടി വരുന്നില്ലെന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു. ഇത് ചെടികളില് നമ്മുടെ 5 ലിറ്റർ ഇപ്പൊ ചെടികള് ഫ്രൂട്ട്സിന്റെ ചെടിയിൽ ഒഴിക്കുകയാണെങ്കിൽ ആ 5-ല് പിന്നെ ബാക്കി എടുത്തിട്ട് സ്പ്രേ ചെയ്താൽ പോരെ? മനസ്സിലായില്ല. 5 ലിറ്റർ ഒരു ചെടിന്റെ മറ്റ് ഒഴിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു ഫലച്ചെടിന്റെ മറ്റ് 5 ലിറ്റർ ഒഴിക്കുന്നതിന് പകരം
ഒരു 4 ലിറ്റർ ഒഴിക്കുവാനും 1/2 ലിറ്റർ സ്പ്രേ ചെയ്യുകയും ചെയ്താൽ പോരെ? ഡ്രഞ്ചിങ് പോരെന്ന് ഞാൻ അതാ പറഞ്ഞ, എപ്പോഴും ഇത് പത്രപോഷണം, അതായത് ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ബെസ്റ്റ് റിസൾട്ട് എപ്പോഴും. ആക്ച്വലി നമുക്ക് 5 ലിറ്റർ സ്പ്രേ ചെയ്യാൻ വേണ്ടേ? അതെ അതെ, അതായത് നമ്മൾ 5 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും സാധനം ഇല്ലെങ്കിൽ അത്രയും എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കൂ. സ്പ്രേ ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാഹചര്യം ഉള്ളതെങ്കിൽ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പ്രേ ചെയ്യാനായിട്ട് സാഹചര്യം ഇല്ലാത്ത കേസസിൽ ഡ്രഞ്ചിങ് കൊടുക്കൂ. അപ്പം ഒരുവിധം സംശയങ്ങളെല്ലാം എല്ലാവർക്കും തീർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ ശരി, താങ്ക് യു.